ഹലോ നമസ്കാരം. സ്വന്തമായിട്ട് ഒരു ക്യാമറയോ അതല്ലെങ്കിൽ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് വീഡിയോ ചെയ്യണം. യൂട്യൂബിൽ വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് വീഡിയോ ചെയ്യുകയോ ഇൻസ്റ്റാഗ്രാം റീൽ പോലത്തെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കമ്പ്യൂട്ടറും അതിനകത്ത് ഒരു മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റും മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എങ്കിൽ വിശ്വസിക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കുന്നത്. നമുക്ക് സ്ക്രീനിലേക്ക് പോവാം. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 7 സ്ലൈഡേ ഉള്ളൂ. ഈ 7 സ്ലൈഡിൽ ഞാൻ കൃത്യമായിട്ട് 4 ടൈപ്സ് ഓഫ് കണ്ടന്റ് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം റീലിനെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ എനിക്കിതൊരു പ്രൊഫഷണൽ വീഡിയോ ആക്കാമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്യാം. മെനുവിൽ പോവാം. മെനുവിൽ പോയിട്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇവിടെ റെക്കോർഡ് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ സ്ക്രീൻ കാണാൻ വേണ്ടി പറ്റും. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയാണ് എൻ്റെ ഒരു ഇമേജ് വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്ലൈഡ് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും. ഇനി നിങ്ങളുടെ ഫേസ് വീഡിയോ കാണണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്യാമറ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് മാത്രമേ അവിടെ എടുക്കുകയുള്ളൂ. ഇനി എന്ത് ചെയ്യാം, ക്യാമറ ഓൺ ചെയ്യേണ്ട ക്യാമറ ഓൺ ചെയ്ത് തന്നെ വയ്ക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഓഫ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. സോ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ ഒരു ലേസർ ഉണ്ട്. നമുക്കിപ്പോൾ പറയുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും പോയിന്റ് മാർക്ക് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. എന്തെങ്കിലും ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യണം, എഴുതി കാണിക്കണം എന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കാം. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കവിടെ അത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ കണ്ടോ, R എന്ന് പറയുന്ന കീബോർഡിലെ ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. റെക്കോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വയ്ക്കുമ്പോൾ എനിക്കിവിടെ സ്ക്രീൻ റെക്കോർഡ് ആവാൻ തുടങ്ങി. ഞാനിവിടെ പറയുകയാണ് ടൈപ്പ് ഓഫ് കണ്ടന്റ് ദാറ്റ് വർക്ക്സ്. എന്താ, ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് ഗോൾസ്. 4 കീ കണ്ടന്റ് ടൈപ്പ്. എന്തൊക്കെ തരം കണ്ടന്റ് ഉണ്ട്? എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഉണ്ട്, എൻഗേജിങ് കണ്ടന്റ് ഉണ്ട്, അതോറിറ്റി ബിൽഡിംഗ് കണ്ടന്റ് ഉണ്ട്, കൺവേർഷൻ കണ്ടന്റ് ഉണ്ട്. ഇനി എഡ്യൂക്കേഷൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കണ്ടന്റ്. ഞാനിപ്പം പറയുന്ന സമയത്ത് ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു, എൻ്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നു, അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ സ്ലൈഡിലുള്ള കണ്ടന്റ് ഇവിടെ എക്സാമ്പിൾസ് ഓഫ് എൻഗേജ്മെൻറ്റ് കണ്ടന്റ്, എക്സാമ്പിൾസ് ഓഫ് അതോറിറ്റി ബിൽഡിംഗ് കണ്ടന്റ്, examples of conversion content. ഇനി 80-20 rule. 80% of the content should be educate, engage and build authority. 20% should focus on conversion എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു പ്രസൻറ്റേഷൻ അവസാനിപ്പിച്ചു. ഇനി ഇതെങ്ങനെ വീഡിയോ എന്നല്ലേ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫയലിൽ പോവുക. ഫയലിൽ പോയതിന് ശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ പോവുക. എങ്ങനെയാണ് വേണ്ടേ, ഫുൾ HD വേണോ, 4K വേണോ, ഏത് കാറ്റഗറി കൊടുക്കുന്നു. ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ തൽക്കാലം എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാൻ തൽക്കാലം PPT വീഡിയോ എന്ന പേരിൽ ഈ വീഡിയോ സേവ് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും ക്രിയേറ്റിംഗ് വീഡിയോ PPT video.mp4 എന്ന് പറയുന്ന വീഡിയോ കാണാൻ വേണ്ടി പറ്റും. ഇതെങ്ങനെ ഇരിക്കുന്നറിയോ, ജസ്റ്റ് പ്രസൻറ്റ് ചെയ്ത് നോക്കിയാൽ കാണാം. യെസ്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ പറയുന്നു ടൈപ്പ് ഓഫ് കണ്ടന്റ് ദാറ്റ് വർക്ക്സ്. എന്താ, ഡിഫറെന്റ് കോൺസെപ്റ്റ് ടൈപ്സ്, ഡിഫറെന്റ് ഗോൾസ്. 4 കീ കണ്ടന്റ് ടൈപ്പ്. ഇത്തരത്തിലേക്ക് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെഡി. സോ വളരെ സിമ്പിളാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തില്ല എന്നല്ല നോക്കണ്ടേ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, ആ ലാപ്ടോപ്പിനകത്ത് ഒരു പവർ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭംഗിയായിട്ട് നിങ്ങളൊരു ടീച്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ്, എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കണ്ടന്റ്, അങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കുക. അതേ ഇവിടെ ഞാൻ ഡെസ്ക്ടോപ്പിൽ വരുന്നു. ഡെസ്ക്ടോപ്പ് വരുന്ന സമയത്ത് PPT വീഡിയോ എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. ഈ വീഡിയോ ഓപ്പൺ ചെയ്തു പ്ലേ ചെയ്യുന്നു. കണ്ടോ, 47 സെക്കൻഡുള്ള ഈ വീഡിയോ ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ സമയം കളയല്ലേ, ഇപ്പം തന്നെ മാക്സിമം കണ്ടന്റ് പ്ലാൻ ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. താങ്ക് യു.